സെലക്റ്റഡ് കാറ്റഗറി 3 ജനറൽ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 23rd ജൂൺ 2024 നടത്തിയിട്ടുള്ള കേട്ടറ്റ് എക്സാമിൻ്റെയാണ്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നടന്നിട്ടുള്ള കേട്ടറ്റ് എക്സാം. ഇതിൻ്റെ തന്നെ സൈക്കോളജിയുടെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ 41 to 15 ക്വസ്റ്റ്യൻസ് നമ്മുടെ പാസേജിൽ നിന്നാണുള്ളത്. അപ്പോൾ അത് എന്ന് പറയുന്നത് സോഫിയ ഈസ് എ സോഷ്യൽ റോബോട്ട് ബിക്കോസ് നമ്മുടെ ഓപ്ഷൻ എ ആണ്. ഇറ്റ് ക്യാൻ ഇമിറ്റേറ്റ് എന്താണ് മിമിക് ചെയ്യാന്ന് പറഞ്ഞാൽ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഇറ്റ് ക്യാൻ മിമിക് സോഷ്യൽ ബിഹേവിയർ. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ഇറ്റ് ക്യാൻ ഇമിറ്റേറ്റ് സോഷ്യൽ ബിഹേവിയർ. ദ പാസേജ് ഈസ് എബൌട്ട് എന്താണ്? ഒരു ഹ്യൂമനോയിഡ് റോബോട്ട്, അത് ഹ്യൂമനോയിഡ് റോബോട്ടിനെ കുറിച്ചാണ്. പിന്നെന്താണ് യുണൈറ്റഡ് സ്റ്റേറ്റ് ഹോങ്കോങ്ങിലുള്ള എന്താണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുള്ള ഒരു കമ്പനിയിലാണ്. പിന്നെന്താ റോബോട്ടിൻ്റെ പേര് സോഫിയ എന്നാണ്. സോഫിയ എന്ന പേരുള്ള റോബോട്ടിനെ കുറിച്ചാണ്. അതുകൊണ്ട് എന്താണ് ഓൾ ഓഫ് ദി എബോവ് കറക്റ്റ് ആൻസർ ആണ്. ഇനി ഓപ്ഷൻ 43 സൗദി അറേബ്യ ഓണർഡ് സോഫിയ വിത്ത്. സൗദി അറേബ്യ എന്ത് വെച്ചാണ് സോഫിയനെ ഓണർ ചെയ്തത്? ലീഗൽ സിറ്റിസൺഷിപ്പ് നമുക്കിവിടെ കാണാൻ പറ്റും. സൗദി അറേബ്യയിൽ ഫസ്റ്റ് സിറ്റിസൺഷിപ്പ് കിട്ടിയ ഒരു റോബോട്ട് ആരാന്ന് ചോദിച്ചാൽ അത് സോഫിയാണ്. സോഫിയക്ക് അപ്പോൾ ലീഗൽ സിറ്റിസൺഷിപ്പാണ് കൊടുത്തിരിക്കുന്നത്. 44 സോഫിയാസ് ഇൻവെൻറ്ററീസ്. ആരാണ് സോഫിയ കണ്ടുപിടിച്ചത്? ഡേവിഡ് ഹാൻസൺ ആണ് കണ്ടുപിടിച്ചത്. Then Sophia was named as the first innovative champion by United Nations Development Program. Sophia, second statement, Sophia is not the first non-human to receive a United Nation title. സെക്കൻഡ് റോങ് ആണ്. ഫസ്റ്റ് നോൺ ഹ്യൂമൻ തന്നെയാണ് സോഫിയ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ കറക്റ്റ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. Therefore ഓപ്ഷൻ സി only one is true. We just learned Sophia. I hope you are listening to me. You have been awarded what is going to be the first Saudi citizenship for a robot. These are the words of. ഇതാരാണ്? സോഫിയ ഒരു ഇൻ്റർവ്യൂ ചെയ്ത് ഹോസ്റ്റ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, പറഞ്ഞിട്ടുള്ള ഒരു വേർഡ്സ് ആണ്. സോഫിയ വാസ് ഡിസൈൻഡ് എന്തിനാ? ടു ആക്ട് ആസ് എ സൂട്ടബിൾ കമ്പാനിയൻ ഇൻ നഴ്സിംഗ് ഹോംസ്, ടു ഹെൽപ്പ് ക്രൗഡ്സ് അറ്റ് ലാർജ് ഇവൻറ്റ്സ്, ടു സെർവ് ഇൻ കസ്റ്റമർ സർവീസ്. ഇതിനെല്ലാത്തിനും വേണ്ടിയിട്ടാണ് ഡേവിഡ് ഹാൻസൺ സോഫിയനെ ഇൻവെൻറ്റ് ചെയ്തത്. അപ്പോൾ ഓൾ ഓഫ് ദി എബോവ്. 47 ഡി ഓൾ ഓഫ് ദി എബോവ്. 48 ദ വേർഡ് ഇൻ ദ പാസേജ് ദാറ്റ് മീൻസ് എ മീറ്റിംഗ് ബിറ്റ്വീൻ ഹെഡ്സ് ഓഫ് ഗവൺമെൻറ് ഈസ്. അതിന് സുമിത്തത്താണ് പറഞ്ഞിരിക്കുന്നത്. ഹെഡ്സ് ഓഫ് ഗവൺമെൻറ് ഹെഡ് എല്ലാം കൂടെ മീറ്റ് ചെയ്ത് ഒരു സുമിത്ത് വെച്ചാണ് എന്ത് സോഫിയയുടെ കാര്യങ്ങൾ അവർ ഡിസ്കസ് ചെയ്യുന്നതും പറയുന്നതൊക്കെ. ഓപ്പൺ ആംസ് എന്താണ്? ഒരു പേപ്പറാണ്. അതിൽ സോഫിയയുടെ ഇൻ്റർവ്യൂവിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഹൗ ഈസ് സോഫിയ ഡിഫറെൻറ്റ് ഫ്രം പ്രീവിയസ് റോബോട്ട് വേരിയൻറ്റ്സ്? സോഫിയയ്ക്ക് എന്തുണ്ട്? ഹ്യൂമൻ ബിഹേവിയറും ഹ്യൂമൻ ലൈക്ക് അപ്പിയറൻസും സോഫിയയ്ക്ക് ഉണ്ട്. നമുക്ക് 51st ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. 51 ക്വസ്റ്റ്യൻ നമ്പർ 51 ഈസ് സുമ പ്ലാനിങ് ടു ആക്ട് ഇൻ ദ മൂവി? ദ ടീച്ചർ ആസ്ഡ്. അപ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്യാൻ, ദിസ് ക്യാൻ ബി റിപ്പോർട്ടഡ് ആസ് ദ ടീച്ചർ ആസ്ഡ് വെദർ സുമ വാസ് പ്ലാനിങ് ടു ആക്ട് ഇൻ ദ മൂവി. ഈസ് ആണ്, അതെന്തായി? വാസായി. വെദർ, ഇഫും വെദറും ഒരുമിച്ച് വേണ്ട, അപ്പോൾ ഫസ്റ്റ് റോങ് ആണ്. ഇവിടെ എന്താണ്? ദ ടീച്ചർ വാസ് ആസ്കിങ്, അങ്ങനല്ല, ആസ്ക്ഡാണ് ഇവിടെ കിടക്കുന്നത്, അപ്പം അതും തെറ്റാണ്. ദ ടീച്ചർ ആസ്ഡ് വെദർ സുമ ഈസ് വരത്തില്ല, ഈസ് മാറി റിപ്പോർട്ടറിൽ വാസാകും. ദ ടീച്ചർ ആസ്ഡ് വെദർ സുമ വാസ് പ്ലാനിങ് ടു ആക്ട് ഇൻ ദ മൂവി. 51 ബി ട്രേഡ് ഡെഫിസിറ്റ് ഹിറ്റ്സ് റെക്കോർഡ് ഹൈ ഇൻ ഒക്ടോബർ. ദ ന്യൂസ് ഹെഡ്ലൈൻ റിലേറ്റഡ് ടു ട്രേഡിനെ കുറിച്ചൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്താണ്? ഇത് ബിസിനസ്സിനെ കുറിച്ചാണ്. ഓപ്ഷൻ എ ബിസിനസ്. 53 ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ദ മാറ്റർ കൺസേൺ us and is great. The matter is great and concern all of us. The matter is a great concern of all of us. The matter is of great concern to all of us. ഇവിടെ ഓപ്ഷൻ ഡി ആണ് ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. 54 The last 5 weeks dash a period of anxiety and terror for all of us. അപ്പോൾ ഇവിടെ ലാസ്റ്റ് 5 വീക്സ് എന്ന് വന്നേക്കുന്നതുകൊണ്ട് വാസാണ്. ലാസ്റ്റ് എന്ന് വരുമ്പോൾ തന്നെ അത് പാസ്റ്റ് ആണ്. 5 വീക്സ് എന്ന് വരുമ്പോഴത്തേക്കും അവിടെ സിംഗുലർ ഫോം ആണ് വരുന്നത്. ദ ലാസ്റ്റ് 5 വീക്സ് വാസ് എ പീരിയഡ് ഓഫ് ആൻസൈറ്റി ആൻഡ് ടെറർ ഫോർ ഓൾ ഓഫ് us.
I started from home very early, still I reached the venue late. These sentences can be combined without a change in the meaning as. ഈ രണ്ട് സെൻറ്റൻസ് നമുക്ക് എങ്ങനെ കമ്പൈൻ ചെയ്യാം എന്നാണ് പറയുന്നത്. I started from home as early as I reached the venue late. I reached the venue late so that I started from home early. Though I started early from home, I reached the venue late. I started early from home, so I reached the venue late. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എന്താണ്? though I started, ഞാൻ നേരത്തെ ഇറങ്ങിയെങ്കിലും I reached the venue late. അപ്പം സി ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. We wasted dash hour waiting for rescue team to arrive at the spot. അപ്പോൾ ആർട്ടിക്കിളിൽ നിന്നാണ് an hour. അവർ വന്നാൽ നമ്മൾ an ആണ് കൊടുക്കുന്നത്. We wasted an hour waiting for rescue team to arrive at the spot. Well begun is half done. ഇത് മീൻ ചെയ്യുന്നത് ബിഗിനിങ് എ പ്രോജക്റ്റ് വെൽ മേക്സ് ഇറ്റ് ഈസിയർ ടു ഫിനിഷ് ഇറ്റ് സക്സസ്ഫുള്ളി. ആദ്യം നമ്മൾ നല്ല രീതിയിൽ തുടങ്ങിയ പകുതി തീർന്ന പോലാണ്. അതെ, അപ്പോൾ ആ ഒരു മീനിങ് വരുന്നത് ഓപ്ഷൻ എ ആണ്. ബിഗിനിങ് എ പ്രോജക്റ്റ് വെൽ മേക്സ് ഇറ്റ് ഈസിയർ ടു ഫിനിഷ് സക്സസ്ഫുള്ളി. ഓപ്ഷൻ 59, ഐ വിഷ് ഐ കുഡ് സ്പീക്ക് ടു ഹിം. ഇത് നടന്നിട്ടില്ല, മേ ബി നടന്നേക്കാം അല്ലേ, ഉറപ്പായിട്ട് നടക്കാൻ പോണ കാര്യമൊന്നുമില്ല, ഒരു വിഷാണ്. അപ്പോൾ എന്താ? ഐ വിഷ് ഐ കുഡ് സ്പീക്ക് ടു ഹിം. ഐ നെവർ തോട്ട് ഹി വാസ് എ സ്നേക്ക് ഇൻ ദ ഗ്രാസ്. അപ്പോൾ ഇവിടെ സ്നേക്ക് ഇൻ ദ ഗ്രാസ് എന്ന് പറയുന്ന എ പേഴ്സൺ ഹു ചീറ്റ്സ്, ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്ത, ചീറ്റ് ചെയ്യുന്ന ഒരാളെയൊക്കെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്നേക്ക് ഇൻ ദ ഗ്രാസ് എന്ന് പറയുന്നത്. എനി ഡിസിഷൻ ടേക്കൺ ഡാഷ് ദ റൈറ്റ് ടൈം വിൽ ഹെൽപ്പ് ടു സോൾവ് ദ ഇഷ്യൂ. എനി ഡിസിഷൻ ടേക്കൺ അറ്റ് ദ റൈറ്റ് ടൈം വിൽ ഹെൽപ്പ് ടു സോൾവ് ദ ഇഷ്യൂ. 61 ബി ആണ് ഓപ്ഷൻ, അറ്റാണ് റൈറ്റ് ആയിട്ട് അവിടെ വരുന്നത്. അവർ ഫാമിലി ഹാഡ് ടു പുൾ ത്രൂ തിക്ക് ആൻഡ് തിൻ. അപ്പോൾ ഇത് ഇഡിയമാണ്. ഇതിനെ മീൻ ചെയ്യുന്നത് അവർ ഫാമിലി സർവൈവ്ഡ് ബോത്ത് ഇൻ ഗുഡ് ആൻഡ് ബാഡ്. നല്ല ടൈമിലും മോശം ടൈമിലും ഫാമിലി കടന്നു പോയിട്ട്, അതാണ് തിക്ക് ആൻഡ് തിൻ എന്ന് ഉദ്ദേശിക്കുന്നത്. Can you tell me the exact spot from which dash we can see the town using the telescope? We can saw വരില്ല, we can see. ഇത് നടന്നില്ല, നമുക്ക് ചെയ്യാൻ പറ്റും, ഫ്യൂച്ചറിൽ കിടക്കുന്ന കാര്യമാണ്, പറ്റും, ഒരു ക്വസ്റ്റ്യൻ ആണ്, നടന്നിട്ടുള്ളതല്ല. അപ്പോൾ V2 വരില്ല. വി ക്യാൻ സീ ദ ടൗൺ യൂസിങ് ദ ടെലിസ്കോപ്പ്. സീസും വരില്ല, വി ക്യാൻ സീ ആണ് വരുന്നത്, വി ആണ്, അപ്പം സി ആണ് വരുന്നത്. അപ്പം ഓപ്ഷൻ സി, വി ക്യാൻ സീ ദ ടൗൺ യൂസിങ് ദ ടെലിസ്കോപ്പ്. വൺ ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് ഈസ് മിസ്സ്പെൽഡ്. ഇവിടെ അപ്രോക്സിമേറ്റിൻ്റെ ഐ കൊടുത്തിട്ടില്ല, അപ്പം നമുക്ക് ഓപ്ഷൻ സി അപ്രോക്സിമേറ്റ് എന്നേ കൊടുത്തോളൂ. അപ്പോൾ അതാണ് റോങ് ആയിട്ടുള്ള മിസ്സ്പെല്ലിങ്. അപ്പം റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ്. മൈ പ്ലാൻസ് ഡു നോട്ട് ഇൻ്ററപ്റ്റ് യുവേഴ്സ്. ക്വസ്റ്റ്യൻ ടാഗ് ആണ്. അപ്പോൾ ഏത് വരും? ഡു കൊടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ എന്താണ്? പ്ലാൻസ് ഡു ദേ. ആ പ്ലാൻസിനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്താണ്? ഡു ദേ വരും. ഇത് നെഗറ്റീവിലാണ് കിടക്കുന്നത്, നമ്മൾ പോസിറ്റീവ് ടാഗ് ഉപയോഗിക്കും. It is hard to dash the loss of a child. It is hard to put up with, adjust ചെയ്യുക, ടോളറേറ്റ് ചെയ്യുക. ഒരു കുട്ടിയുടെ ലോസ് അത് സഹിക്കാൻ പാടാണ്. അപ്പം ടോളറേറ്റ്. അപ്പം പുട്ട് അപ്പ് വിത്ത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഐ ഷാൽ കം ടു യുവർ ഓഫീസ്. അപ്പോൾ എൻ്റെ റൈറ്റ് ഓപ്ഷൻ ഏതാ? അതിന് അടുത്ത ഫ്രേസ് വരുന്നത് ഇഫ് മൈ മാനേജർ പെർമിറ്റ്സ് മീ ടു ലീവ് ബൈ 1 o'clock. സോറി ചോമ. ഇഫ് മൈ മാനേജർ പെർമിറ്റ്സ് മീ ടു ലീവ് ബൈ 1 o'clock. ഇവിടെ നിന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? ബൈ 1 o'clock, ഏകദേശം 1 o'clockനുള്ളിൽ, ആ ഒരു 1 o'clockൻ്റെ അതിന് അടുത്തായിട്ട് വിടുകയാണെങ്കിൽ മൈ മാനേജറാണ് പെസ് വരും, പെർമിറ്റ്സ്. അപ്പോൾ ഇതാണ് കറക്റ്റ്. ലെഫ്റ്റ് എന്ന് പറയത്തില്ല, പാസ്റ്റ് ആക്ഷൻ അല്ല, നടക്കാൻ പോണ കാര്യമാണ്, മേ ബി നടക്കാൻ പോണ കാര്യമാണ്, അതുകൊണ്ട് ലീവേ വരൂ. അപ്പോൾ ഓപ്ഷൻ ഡി, ഐ ഷാൽ കം ടു യുവർ ഓഫീസ് ഇഫ് മൈ മാനേജർ പെർമിറ്റ്സ് മീ ടു ലീവ് ബൈ 1 o'clock. 68 ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ദ വേർഡ് പാർട്ടിസിപ്പേറ്ററി പറഞ്ഞു നോക്കുമ്പോൾ ഒരു 6 syllables ഉള്ള പോലെ തോന്നും. എന്തായാലും നമ്മുടെ ഓപ്ഷനിൽ 5 ആണ് ഏറ്റവും കൂടുതലായിട്ട് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ഡി 5 നമുക്ക് കറക്റ്റായിട്ട് എടുക്കാം. ഓക്കെ. സോ 69 പാർട്ടിസിപ്പേറ്ററി ഹാവ് 5 syllables. He has a commanding personality. The sentence means
എന്താണ് ഹി ലുക്സ് പവർഫുൾ ആൻഡ് കോൺഫിഡൻറ്റ്. അപ്പോൾ ഇവിടെ ഇത് മീൻ ചെയ്യുന്നത് ഒരു കമാൻഡിങ് പേഴ്സണാലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ, പവർഫുള്ളും കോൺഫിഡൻ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീനെയൊക്കെയാണ് നമ്മൾ കമാൻഡിങ് എന്ന് പറഞ്ഞത്. കമൻറ്റ് പറയുക എന്നുള്ളതല്ല. റെക്കമെൻഡ് ചെയ്യുന്ന വെച്ചാൽ വേറെ ആൾക്കാർക്ക് വേണ്ടി സംസാരിക്കുക അങ്ങനെയല്ല. കമാൻഡറായിട്ട് വർക്ക് ചെയ്യുന്നു ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്താണ് കമാൻഡിങ് പേഴ്സണാലിറ്റി ഉണ്ടാകുന്ന വെച്ചാൽ പവർഫുള്ളും കോൺഫിഡൻറ്റും ആയിട്ടുള്ള പേഴ്സണാലിറ്റി ഉണ്ടാകുക എന്നാണ്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ളതിൽ മോസ്റ്റ് പ്രോബബ്ലി കറക്റ്റ് ആയിരിക്കാം, മേ ബി തെറ്റുമായിരിക്കാം. എങ്കിലും നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ എത്രണ്ണം ശരിയായി എന്ന് നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടിയെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി ഇത് സഹായിക്കും. ഇത് കഴിഞ്ഞ് ഇനിയിപ്പം പ്രൊവിഷണലും റെക്ടിഫൈഡും ഒക്കെ ആയിട്ടുള്ള ആൻസർ കീസ് ഒക്കെ വരാം. അപ്പോൾ അതും നോക്കുക. ഇത് കണ്ട് തെറ്റിപ്പോയി നോർത്ത് വിഷമിക്കുകയോ പേടിക്കുകയോ അങ്ങനെ ഒന്നും വേണ്ട. എന്തായാലും ഇതൊരു ഓവർവ്യൂ കിട്ടാൻ നിങ്ങൾക്കൊരു മേ ബി നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരിക്കാം ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന്. അത് ഒരു ചെറിയ രീതിയിലൊരു ക്ലാരിഫിക്കേഷൻ കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഇനിയും വീഡിയോസ് വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.